ബിഗ് ബോസെ ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ, അടിയോടടി. പിന്നെ ജസീലും അനുമോളും കൂടെ, അനുമോടെ എനിക്ക് തോന്നുന്നത് അഞ്ചാമത്തെ ഒക്കെ കരച്ചിലാന്ന് തോന്നുന്നു. അനുമോള് ചെയ്യാത്ത ഒരു കാര്യം ജിസയിൽ ആര് പറഞ്ഞാലും അനുമോടെ ഒരു വീക്ക്നെസ് ആണ് കരച്ചിൽ ആദ്യം മുതലുള്ളത്. ഇന്ന് പിന്നെ ജയിൽ നോമിനേഷന്റെ അവസാനം അടിയോടടി കരച്ചിലോട് കരച്ചില്. ഇന്ന് നടന്ന ക്യാപ്റ്റൻസി ഇതിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ 12 പോയിന്റുകളുമായിട്ട് ആര്യനായിരിക്കും ഇനി അടുത്ത ക്യാപ്റ്റൻ. രണ്ടാമത് വന്നിരിക്കുന്ന അഭിലാഷ്, ഒരു പാവം കണ്ടസ്റ്റന്റ്, നല്ല കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ മൂന്നാമത് ജിസേൽ ഇനി ഒന്നാമത് വന്നാലും എനിക്ക് തോന്നുന്നില്ല ജിസേലിനെ ക്യാപ്റ്റൻ ആക്കുമെന്ന് ബിഗ് ബോസ്. കാര്യം ഇവര് തെരഞ്ഞെടുത്താൽ പോലും, കാര്യം ബിഗ് ബോസിൽ വന്നിട്ട് ബിഗ് ബോസ് നിർത്താൻ പോകുന്നു എന്നുള്ള കാര്യം പോലും അനൗൺസ് ചെയ്തത് ഈ ഒരു ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്. ഇത്തിരി ധാർഷ്ട്യമുണ്ട് അവർക്ക്. ഈ പിന്നെ മോഡലും അതുപോലുള്ള ആർട്ടിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് വിത്തൗട്ട് മേക്കപ്പ് അവരുടെ ഒരു ലൈഫിൽ, അവര് വീട്ടിൽ നിൽക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ ബിഗ് ബോസിൽ വരുമ്പോൾ അതിന്റെ റൂള് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. അത് തെറ്റിച്ച ഏക വ്യക്തി ജിസയിലാണ്. 2-3 പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞു, അവിടെ ഒരു ഇതുമില്ല. എന്തായാലും ശരി, ജിസേൽ ഒരിക്കലും ക്യാപ്റ്റൻ ഇതിലേക്ക് വന്നാൽ പോലും അത് ആര്യൻ ഈസ് നല്ലൊരു പ്ലെയറാണ്. പിന്നെ നോമിനേഷൻ, ജയിൽ നോമിനേഷനാണ് ഈ പ്രാവശ്യം. 3 പേരാണെന്ന് പറഞ്ഞു. 2 പേരുടെ പേര് നിർദ്ദേശിക്കുക, കാരണം പറയാം. അതിനകത്തിൽ അനീഷ് പറഞ്ഞത് രേണു സരിക, ഷാനവാസ് പറഞ്ഞത് നെവിൻ സരിക, അഭിലാഷ് പറഞ്ഞു ഷാനവാസ് അനീഷ്, ബിന്നി പറഞ്ഞു രേണു നെവിൻ, അനുമോൾ പറഞ്ഞു നെവിൻ രേണു, ആദില നൂറ പറഞ്ഞു നെവിൻ സരിക, അതുപോലെ റെന ഫാത്തിമ പറഞ്ഞു നെവിൻ സരിക, പിന്നെ സരിക പറഞ്ഞു അനു രേണു. അപ്പം സരിക പറയുന്നുണ്ട് പിന്നെ ഇതിനിങ്ങനെ ഈ കാര്യങ്ങള് രേണുവിനെ കൂടി രേണുവും സരികയും കൂടെ ഒന്നിച്ച് ജയിലിൽ പോയി കിടന്ന് എന്തോ എൻജോയ് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും ശരി, ബിന്നി പറഞ്ഞേക്കുന്നത് രേണു നെവിൻ, പിന്നെ ആര്യം പറഞ്ഞേക്കുന്നത് നെവിൻ അപ്പാനി, അക്ബർ പറഞ്ഞേക്കുന്നത് നെവിൻ അനുമോൾ. അപ്പൊ അക്ബർ പറയുന്നുണ്ട് നെവിന് പഞ്ചസാരക്കള്ളിലാണ്, തക്കാളിക്കള്ളിലാണ്, സവാളക്കള്ളിലാണ്, ചീസുകൾ. അവിടുത്തെ മോഷണത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന തക്കാളിക്കള്ള്, ആപ്പിള്, പിന്നെ പഞ്ചസാര മുട്ടിക്കുക. അവന് ഒരു എന്റർടൈൻ എന്ന് പറയുമ്പോ എന്റർടൈൻ മാത്രമല്ല ഇതിനകത്തില്ല, ഫിസിക്കലി മെന്റലി ഉള്ള ഗെയിം അല്ലേ. ഒരു എന്റർടൈനർ ഒരു ബഫൂണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ നോക്കുന്നത്. അവന്റെ ഒരു ആക്ഷനൊക്കെ കാണിച്ചു പോകുന്നു. അതൊക്കെ അതിനകത്തില് കണ്ടസ്റ്റൻസിനെ മാത്രമേ എന്റർടൈൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെ അലോരസപ്പെടുത്തി. അതാണ് ഇപ്പൊ നെവിനാണ് കൂടുതലും വന്നേക്കുന്നത്. എന്തായാലും നെവിൻ ജയിലിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അക്ബർ പറഞ്ഞേക്കുന്നത് ഈ നെവിൻ അനുമോള്, റെനഫാത്ത് പറഞ്ഞ നെവിൻ അക്ബർ, അപ്പാന് പറയുന്ന നെവിൻ അനുമോള്, പിന്നെ ഷൈത്ത് പറഞ്ഞേക്കുന്നത് നെവിൻ രേണു, പിന്നെ നെവിൻ തന്നെ വന്ന് പറഞ്ഞു അക്ബറും. അത് കഴിഞ്ഞതാ ജിസേല് വന്നു. ജിസേല് വന്നിട്ട് പറയുന്നത് രേണുവിന്റെ പേര് പറഞ്ഞു, രണ്ടാമത്തെ അനുമോടെ പേര് പറഞ്ഞു. അനുമോടെ പേര് പറയുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിച്ച കള്ളങ്ങൾ ഷാനവാസും അനുമോളൂടെ ചേർന്ന് പിടിച്ചതാണ് ഇവര് പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട വഴക്കായി, തല്ലിന്റെ വക്കായി അനുമോള് ലാസ്റ്റ് ചെയ്യുന്ന പരിപാടി കരച്ചില്, കൂട്ടക്കരച്ചില് അങ്ങോട്ട് തുടങ്ങി. എന്റെ ബിഗ് ബോസ് ഈ അങ്ങോട്ട് തല്ലുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഈ ബിഗ് ബോസിൽ, ഗെയിമിനേക്കാൾ കൂടുതൽ എന്നെല്ലാവർക്കും ഒരു സംശയമുണ്ട്. പിന്നെ ഇതിനകത്തില് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പിന്നെ ബാക്കി 18 പേരും അല്ലെങ്കിൽ 17 പേരും എതിർത്തുകൊണ്ടിരുന്ന അനീഷിന് ഒരാള് മാത്രമാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അനീഷിന് ഒറ്റ ജയിലിൽ പോകാൻ ഒരാൾ മാത്രമേ, ഒരു ജയിൽ വാസം കഴിഞ്ഞാണ്. ഇപ്പം അങ്ങനെ ഈ കൂടുതലും ഇപ്പൊ പേര് വന്നേക്കുന്ന രേണു സുധി ജയിലിൽ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെവിൻ പോകും. മൂന്നാമത് ആര് പോകും എന്നുള്ളത് അടുത്ത ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അടി നടക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. അതിൽ മോസ്റ്റ്ലി ഇവർ രണ്ടുപേരും, നെവിൻ എന്തായാലും പോകും, രേണു സുധിക്ക് ചാൻസ് ഉണ്ട്. പിന്നെ സരികയാണോ വേറെ ആരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.